യൂട്യൂബിലിപ്പം ഏറ്റവും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ് അർജു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനൽ. ഇപ്പം മിന്നൽ വേഗതയിൽ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇങ്ങനെ കൂടി പോകുന്നത്. ഇപ്പം ഞാൻ ലാസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കിയാലും 1 മില്യൺ ക്രോസ് ചെയ്തിട്ട് 1.1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടൈമിൽ തന്നെയാണ് ഈ ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തത്. അപ്പം ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ബ്രോ. താങ്ക്സ്. അപ്പം ഞാനൊക്കെ തലകുത്തി പറഞ്ഞിട്ടും എനിക്കിവിടെ 10K വരെ സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വേറൊരു പാട്ടിൻ്റെ ഒക്കെ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നതായിട്ട് അറിയാം. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം ഇതിൽ ലാസ്റ്റായിട്ട് മച്ചാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ടുണ്ട്, ഒരു പേജ് കൊളാബ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റായിട്ട് പറഞ്ഞൊരു വേർഡ് ഞാൻ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മോണറ്റൈസേഷനൊക്കെ മച്ചാൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് എനേബിൾ ആയി കിട്ടി. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പൈസയൊക്കെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു മ്യൂസിക്കിൻ്റെ അത് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നമ്മുടെ റവന്യൂവിൻ്റെ പകുതി ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഓണറിൻ്റെ അതിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അപ്പം കുറേ ആൾക്കാരൊക്കെ യൂട്യൂബിൽ 3 ലക്ഷമാണ് ഒരു മാസം കൊണ്ട് റവന്യൂ കിട്ടുന്നത്. അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കേട്ടിട്ട് തന്നെ പുള്ളിക്കാരൻ തന്നെ ഭയങ്കര ഷോക്കായിപ്പോയി, എങ്ങനെ 3 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഈ റവന്യൂൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ എന്തായാലും കുറവ് തന്നെയാണ് കിട്ടുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വീഡിയോസ് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു സെയിം രീതിയിലുള്ള റോസ്റ്റിംഗ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നമുക്കൊരു അറ്റൻഷൻ പിടിക്കുക എന്നുള്ള രീതിയിൽ പുതിയ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. എന്തായാലും നല്ലത് തന്നെയാണ്. പക്ഷെ എന്തായാലും ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അങ്ങനെയുള്ള ഇതിനൊക്കെ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ഒരു വീഡിയോയിൽ തികച്ചും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. മറ്റൊന്നല്ല, ഞാൻ ജസ്റ്റ് ഈ ഒരു ചാനൽ കാണുന്നത് തന്നെ എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി തന്നെയാണ് ഈ ഒരു ചാനലുണ്ട്. അപ്പോൾ ഏകദേശം 28K സബ്സ്ക്രൈബേഴ്സ് എങ്ങാണ്ടായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് തന്നെ 50K ഒക്കെ ആയിട്ട്. അപ്പം ഭയങ്കര ഷോക്കിങ് തന്നെ ആയിപ്പോയിട്ടു. അപ്പം അത്രയും വേഗത്തിൽ തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇങ്ങനെ റോക്കറ്റ് വിട്ടാണൊക്കെയാണ് പോകുന്നത്. എന്തായാലും അടുത്തതൊരു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ പെട്ടെന്ന് ക്രോസ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല, എല്ലാവരും വീഡിയോസ് ചെയ്യുന്നു. അപ്പം ഞാൻ മാത്രം വീഡിയോ ഇട്ട് കളഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ല, വിട്ട് കളയണം. ഓക്കെ. അപ്പോൾ ഈ ഒരു വാക്കിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഏറ്റവും സ്റ്റാർ ആയിട്ട് തന്നെ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു അർജുനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല. പുള്ളിക്കാരൻ ഓൾറെഡി സ്റ്റാർ ആയി കഴിഞ്ഞു. വീഡിയോസൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അപ്പം ഇനിയും നല്ല വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുന്നു. പ്രത്യേക തരം ഒരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഓരോരോ റിയാക്ഷൻ്റെയും ഒരു എക്സ്പ്രഷനും കാര്യമായ ഒരു എക്സ്പ്രഷൻസ് തന്നെയാണ്. അർജുൻ്റെ ഫാൻസ് വല്ലത് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു ചാനൽ മെയിനായിട്ട് ചെയ്യുന്നത് പ്യുവർ ക്വാളിറ്റി ടെക് വീഡിയോസ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നമുക്ക് അടുത്തൊരു ടെക് വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്സ്.